മലബാർ ഇഫ്താർ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള തൂം കേക്ക് അല്ലെങ്കിൽ ഗാർലിക് ചിക്കൻ കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ആദ്യമായി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഇതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു ക്യാപ്സിക്കം, ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, സോയ സോസ്, ഉപ്പ് മാത്രം ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു നേരത്തെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൂമ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ കട്ട തൈര് 3 ടേബിൾ സ്പൂൺ, അത്ര തന്നെ 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് തൂമ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് മിക്സ്ചർ റെഡിയാക്കണം. അതിലേക്ക് 4 മുട്ടയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൊടിയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് എല്ലാ ഭാഗത്തും നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ മുട്ടയിൽ മുക്കി സൈഡെല്ലാം കവറാവുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന തൂമ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾ എഗ്ഗിൻ്റെയും ബ്രെഡിൻ്റെയും ക്വാണ്ടിറ്റി മാറ്റം വരുത്തണം. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഫില്ലിംഗ് എല്ലാം നന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങും വെച്ചതിന് ശേഷം ബാക്കി വന്ന തൂം സോസ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബോട്ടം ലെയർ ചെയ്ത പോലെ തന്നെ മേലെയുള്ള ലെയറും ഇതുപോലെ ബ്രെഡ് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെച്ച് നന്നായി കവർ ചെയ്ത് കൊടുക്കാം. ശേഷം മേലെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ്സ് ആയ ശേഷം ഇതൊന്ന് മറിച്ചിട്ട് വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളെ തൂം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇത് കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചിക്കൻ ഫില്ലിംഗ് ഉള്ള നല്ലൊരു ഈസി ബ്രെഡ് കേക്കാണിത്. താങ്ക് യു ഫോർ